പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കുറച്ച് വിവരങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ കേരള സംസ്ഥാന സർക്കാർ ഈ അടുത്ത കാലത്തായിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ഇതനുസരിച്ച് 35-നും 60 വയസ്സിന് ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്കും അതിന് താഴെയുള്ള കുടുംബങ്ങളിലെ വനിതകൾക്കാണ്. അതായത് BPL-ഉം അതിന് താഴെയുള്ള AY മഞ്ഞ കാർഡിലെ അംഗങ്ങളായിട്ടുള്ള വനിതകൾക്കാണ്, സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇതനുസരിച്ച് ആനുകൂല്യം ലഭിക്കും. അപ്പൊ ഈ പദ്ധതി തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ചില പഞ്ചായത്തുകളിൽ ഫോം വിതരണം ചെയ്ത് ആനുകൂല്യത്തിന് അർഹരായവരെ കണ്ടെത്താനുള്ള ഒരു നടപടികൾ ആരംഭിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കാം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കാനുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് പത്രത്തിലൊക്കെ മറ്റ് വാർത്തകൾ വന്നപ്പോൾ ഈ പദ്ധതി ഇനി ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി പ്രകാരം എന്തായാലും ആനുകൂല്യം ലഭിക്കും. ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഉടനെ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. അപ്പൊ അതിനുള്ള അപേക്ഷാ ഫോം പഞ്ചായത്തുകളിൽ നിന്നും ഉടനെ ലഭിക്കും. അപ്പോൾ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ആ അപേക്ഷാ ഫോമുകൾ വാങ്ങി അർഹരായിട്ടുള്ളവരെല്ലാവരും ഈ പദ്ധതി പ്രകാരം അപേക്ഷ നൽകണം. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഫോം എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയതാണ്. ഇത് തന്നെയായിരിക്കും മിക്കവാറും അപേക്ഷാ ഫോം എന്നാണ് നമ്മൾ കരുതുന്നത്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഈ ഫോം കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നത് എന്നുള്ളത് മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോ ഒരു 3 ഭാഗമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് ഈ അപേക്ഷകയുടെ വിവരങ്ങൾ, പിന്നെ ഒരു ഫോട്ടോ ഒട്ടിക്കണം, പിന്നെ താഴെ സത്യപ്രസ്താവന, പിന്നെ മറുവശത്തായിട്ട് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ, പിന്നെ ഓഫീസ് ആവശ്യത്തിന് പറഞ്ഞിട്ട് വേറെ ഭാഗം. ഇത്രയാണ് നമ്മളതിനകത്ത് ചെയ്യാനുള്ളത്. ഈ ആദ്യത്തെ ഭാഗത്ത് അപേക്ഷകയുടെ വിവരങ്ങൾ എഴുതുക, പിന്നെ ഫോട്ടോ ഒട്ടിക്കുക, പിന്നെ സത്യപ്രസ്താവനയുടെ താഴെ ഒപ്പിടുക, പേരെഴുതി ഒപ്പിടുക. പിന്നെ ഇത്തരം രേഖകൾ നമ്മൾ ഇതിനകത്ത് കൂടെ കരുതണം. അപ്പൊ ഒന്നും പ്രധാനമായിട്ടും വേണ്ട പ്രായം തെളിയിക്കുന്ന രേഖയാണ്. അതിന് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ. ഇതില്ലെങ്കിൽ മാത്രം അത്തരത്തിൽ പ്രായം തെളിയിക്കുന്നതിന് മറ്റു രേഖകളില്ലെന്ന സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും. അതായത് ഈ പറഞ്ഞ രേഖകളൊന്നും ഇല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ നമുക്കില്ലെങ്കിൽ മാത്രം അത്തരം രേഖകളൊന്നും നമുക്കില്ലെന്ന് നമ്മൾ തന്നെ എഴുതിയൊരു സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ ഒരു വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കണം. പിന്നെ നമ്മൾ റേഷൻ കാർഡിന്റെ പകർപ്പാണ്. അത് അന്ത്യോദയ, അന്യോദയ, AY മഞ്ഞ കാർഡിലോ മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് കാർഡിലോ ഉൾപ്പെടുന്നവരായിരിക്കണം. അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഒന്ന് വേണ്ടത് ആധാർ കാർഡിന്റെ പകർപ്പാണ്. പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം. പിന്നെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മാത്രം അത് തെളിയിക്കുന്ന രേഖ. സ്ത്രീകൾക്കും ട്രാൻസ്ഫോമറും ആനുകൂല്യം ലഭിക്കുമെന്ന് ആണ് പറയുന്നത്. പിന്നെ എന്നുള്ളത് ഓഫീസ് ആവശ്യമാണ്. അത് നമ്മളല്ല, അത് അവർ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും ഉള്ളത് നമ്മുടെ അപേക്ഷകയുടെ പേര്, ഈ അപേക്ഷയുടെ പേര്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, വാർഡ് നമ്പർ, വീടിന്റെ നമ്പർ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, വയസ്സ്, ജനനത്തീയതി, ജെൻഡർ, സ്ത്രീയാണോ ട്രാൻസ്ജെൻഡറാണോ, അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ, പിന്നെ റേഷൻ കാർഡിന്റെ തരം ഏതാണ്, AY മഞ്ഞ കാർഡാണോ എങ്കിൽ അത് ടിക്ക് ചെയ്യണം. അതെല്ലാം PHS പിങ്ക് കാർഡാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണോ അതെന്നോ അല്ലെന്നോ എഴുതുക. വേറെ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ നമുക്ക് ആനുകൂല്യം ലഭിക്കത്തില്ല. അതുകൊണ്ട് അത് അല്ല എന്ന് തന്നെ കൊടുത്താലേ അല്ല എങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പിന്നെ അങ്ങനെ ഗുണഭോക്താവാണെങ്കിൽ അതിന്റെ വിശദവിവരം ഏത് പദ്ധതിയുടെ ആനുകൂല്യമാണ് നമുക്ക് ലഭിക്കുക എന്ന് എഴുതണം. പിന്നെ കേരളത്തിൽ എത്ര വർഷമായി സ്ഥിരതാമസമാണ്, അതായത് കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എത്ര വർഷമായിട്ട് കേരളത്തിൽ സ്ഥിരതാമസമാണെന്ന് എഴുതണം. ബാങ്കിന്റെ പേര് എഴുതണം. അതായത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ SBI ആണെങ്കിൽ അത് എഴുതുക. അതായത് ബ്രാഞ്ചാണെന്ന് എഴുതുക. പിന്നെ ബാങ്കിന്റെ IFSC കോഡ് അത് പാസ്ബുക്കിൽ നിന്ന് ലഭിക്കും. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും എഴുതുക. അപ്പൊ താഴെ ഒപ്പിടുക, പേര് എഴുതുക, സ്ഥലം, തീയതി എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോമിനകത്ത്. നമ്മുടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ അപേക്ഷയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും ഈ അപേക്ഷാ ഫോം വാങ്ങി അത് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് പറയുന്ന രേഖകൾ, വയസ്സ് തെളിയിക്കുന്നതിന്, പിന്നെ ആധാറിന്റെ കോപ്പി, ബാങ്കിന്റെ പാസ്ബുക്ക് ആയിട്ട് നമ്മൾ ഈ അപേക്ഷാ ഫോം പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കണം. BPL-ഉം അതിന് താഴെയായിട്ടുള്ള AY മഞ്ഞക്കാട് കുടുംബങ്ങൾ, മഞ്ഞക്കാടിന് പേരുള്ള BPL അതിന് താഴെയായിട്ടുള്ള എല്ലാ വനിതകൾക്കും പ്രകാരം ആനുകൂല്യം ലഭിക്കും. അപ്പോൾ എന്തായാലും ഈ പദ്ധതി പ്രകാരം എന്തായാലും ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ BPL അല്ലാത്തവരുണ്ടെങ്കിൽ തൽക്കാലം ഇവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾക്ക് അർഹതയുണ്ടെങ്കിൽ APL ആയിരിക്കുകയും എന്നാൽ നമ്മൾ BPL ആകാൻ നമുക്ക് അർഹതയുണ്ട്. നമുക്ക് ഒരുപാട് സാമ്പത്തിക ഉന്നതിയിലല്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ആ 1 ഏക്കർ അധികം ഭൂമി ഉണ്ടാകാൻ പാടില്ല, ഇൻകം ടാക്സ് സമർപ്പിക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല, 4 ചക്ര വാഹനം, ടാക്സി അല്ലാതെ
മറ്റു വാഹനം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ചില നിബന്ധനകൾ ഇല്ല പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് BPL ആകാൻ വേണ്ടി അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നത്. എന്തായാലും ഇപ്പോൾ അർഹതയുള്ള എല്ലാവരും ഈ പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് ആനുകൂല്യം കൈ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. നമ്മൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യും.